ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി എല്ലാം ഉണ്ടാക്കാനൊക്കെ അറിയാവുന്ന ആൾക്കാരെ, എന്നാലും നമ്മൾ പെട്ടെന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക അല്ലേ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നാണ്. പക്ഷേ മാമ്പഴ പുളിശ്ശേരി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് നാടൻ മാങ്ങ ഒക്കെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഞാനിത് നമ്മുടെ റിലേറ്റീവ് തന്ന മാങ്ങയാണ്. അപ്പോൾ അതുകൊണ്ട് വാങ്ങിയ മാങ്ങയൊന്നുമല്ല കേട്ടോ കടയിൽ നിന്ന്. അപ്പോൾ ഞാനത് നല്ല വലിപ്പമുള്ള മാങ്ങയാണ്. അപ്പോൾ അത് ഞാൻ 2 എണ്ണമാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ കറിക്ക് നന്നായിട്ട് മാമ്പഴം വെന്ത് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. ഒരു 6 പച്ചമുളകാണ് ഇത്. നമുക്ക് അത്യാവശ്യം മധുരം ഉണ്ടല്ലോ, ഈ മാങ്ങയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ ഒത്തിരി എരിവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് വേകാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് അരയ്ക്കാനുള്ളത് നമുക്ക് അരച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഒരു അരമുറി തേങ്ങയിലേക്ക് ഞാനൊരു നുള്ള് ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തൈരിട്ടാണ് കേട്ടോ ഞാൻ അരയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്തിന് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ചട്ടിയിൽ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം കേട്ടോ. ഇത് ചില സമയത്ത് നമ്മുടെ ചട്ടിയിലൊക്കെ പിടിക്കും, പക്ഷേ ഇതൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് തന്നെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് വെന്ത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് ഞാനൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പും കൂടി അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരപ്പ് നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ വേറെ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. നമ്മുടെ ഈ അരച്ച തൈരിൻ്റെ മാത്രം കൊണ്ട് അരച്ചത് മാത്രമാണ് ചേർത്തേക്കണത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനിയൊന്ന് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പില്ലാതൊക്കെ നോക്കണം, ഈ സമയത്ത് തന്നെ നോക്കണം. ഞാനിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെയായിരുന്നു. ഒരുപാട് തിളച്ചൊന്നും ഇത് പോവണ്ട. എന്നാൽ നന്നായിട്ട് ചൂടാവുകയാണ്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങണ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് തിളച്ച് മറിയണ്ട. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയെല്ലാം നന്നായിട്ട് ചൂടായിട്ട് നമ്മുടെ കറി റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് കടുവും കൂടി പൊട്ടിച്ചിടേണ്ടതുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഉള്ളിയൊന്നും ഞാനും മൂപ്പിച്ചിടുന്നില്ല. ഞാനൊരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുകിടുന്നുണ്ട്. അതുകൂടാതെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു 3 ഉണക്കമുളകില്ലേ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്ത് നമ്മൾ കറിയിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും വേണം. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലിലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മാമ്പഴ പുളിശ്ശേരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇനി നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. നമ്മൾ മൂപ്പിച്ചൊഴിച്ചതിന് ശേഷം കേട്ടോ, കടുക് മൂപ്പിച്ചൊഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ കറി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നന്നായിട്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ചോറിനൊക്കെ നല്ല ബെസ്റ്റാകട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ പിന്നെ നമ്മുടെ ഈ തൈര് മുളകില്ല അതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ്, നല്ല രുചിയാകട്ടോ. ഇത് വേറെ ഒരു കറി ഇല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാകട്ടോ മാമ്പഴ പുളിശ്ശേരി. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.